ബജറ്റിൽ പറയുന്ന മിഷൻ സമുദ്ര, കേരള മാരിടൈം പോളിസി, ഇവയെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ തീരത്തെ കുത്തകകൾക്ക് തീരെഴുതി നൽകാനുള്ള കുറുക്കു വഴികളാണ്. കടൽ മൊത്തം കുത്തകകൾക്ക് ദാനം ചെയ്യാനാണ് പുറപ്പെടുന്നത്. അത് ചെയ്യുന്നവർ കടലിൻ്റെ മക്കളുടെ കണ്ണിൽ പൊടിയിടാൻ ഫിഷറീസ് സപ്ലാൻ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ടൊന്നും ഈ ചെയ്യുന്ന പാതകത്തിന് പരിഹാരമാവില്ല. അതുകൊണ്ടൊന്നും ഇത് മറച്ചു വെക്കാനുമാവില്ല. ഇതിനെതിരെ കേരളത്തിൽ ഉയർന്നു വരാനിടയുള്ള രോഷം അതോടൊപ്പം തന്നെ കാണേണ്ടതാണ് സദേൺ കേരള എക്കണോമിക് കോറിഡോർ. അതും ചങ്ങാത്ത മുതലാളിത്ത ദാസ്യപ്പണി തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഈ ബജറ്റിൽ വന്നിട്ടുള്ളത് ഭൂപരിഷ്കരണം 2.0. യഥാർത്ഥത്തിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയക്ക് വേണ്ടിയുള്ള ഒരു കരുതൽ എന്ന നിലക്കാണ് ആ നിർദ്ദേശം. സ്വകാര്യ കുത്തകകൾക്ക് വേണ്ടി ലാൻഡ് മാനേജ്മെന്റ് നയം ആവിഷ്കരിക്കാനുള്ള നിർദ്ദേശമാണ് വന്നിട്ടുള്ളത്. ഒരു സംശയവുമില്ല, ഭൂപരിഷ്കരണ നിയമത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. അതിനാണ് തുടക്കമെടുത്തത്. സ്വകാര്യ മൂലധനത്തിന് പലപ്പോഴും പ്രതിബന്ധം സൃഷ്ടിക്കുന്ന ഭൂപരിഷ്കരണ നിയമങ്ങളെ പൊളിച്ചെഴുതാൻ പുറപ്പെടുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് എന്നത് വ്യക്തമാണ്. നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല, ഈ മേഖലയിൽ കുത്തക മൂലധനത്തിന് സ്വൈരവിഹാരം നടത്താനുള്ള സൗകര്യമാണ് ബജറ്റിലൂടെ സർക്കാർ ഉറപ്പുവരുത്തുന്നത്. അതിൻ്റെ ഭാഗമായി ബജറ്റിൽ പ്രഖ്യാപിച്ച ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി, അതും നവലിബറൽ യുക്തിയാണ് പിന്തുടരുന്നത്. ആശുപത്രി, ഫാർമ മേഖലയിൽ സ്വകാര്യ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് ബജറ്റിലുള്ളത്. നമുക്കറിയാം, KKR, ബ്ലാക്ക്-സ്റ്റോൺ ഇങ്ങനെയുള്ള വൻ കമ്പനികൾ, ബഹുരാഷ്ട്ര കുത്തകകൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടുകയാണ്. അതോടൊപ്പം ചേർത്ത് വേണം ഈ നീക്കവും കാണാൻ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ആസൂത്രണ ബോർഡ്. ആസൂത്രണ ബോർഡ് നേരത്തെ രാജ്യത്തെ ആസൂത്രണ കമ്മീഷന്റെ തുടർച്ചയായി നിലവിൽ വന്നതാണ്. ആസൂത്രണ കമ്മീഷൻ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഗവൺമെൻറ് സംഘടിപ്പിച്ചതായിരുന്നു. നമുക്കറിയാം, അത്തരമൊരു സംവിധാനം സോവിയറ്റ് യൂണിയനിലായിരുന്നു നടപ്പാക്കിയിരുന്നത്. അന്ന് അതിനെ ഇന്ത്യയിൽ പ്രാവർത്തികമാക്കണമെന്ന് നെഹ്റു കണക്കാക്കുകയായിരുന്നു. നെഹ്റുവിയൻ നയങ്ങൾ പിന്നീട് വലിയ തോതിൽ തിരുത്തപ്പെടുന്നത് നാം കണ്ടു. ഇവിടെ BJP വന്നപ്പോൾ അവർ തീരുമാനിച്ചു ആസൂത്രണ കമ്മീഷൻ ആവശ്യമില്ല എന്ന്. അതിനു പകരം ഒരു തിങ്ക് ടാങ്ക്, അതാണ് നീതി ആയോഗ്. ആസൂത്രണ കമ്മീഷൻ ഇല്ലാതാകുന്ന നില വരുമ്പോൾ ആസൂത്രണ കമ്മീഷൻ ആസൂത്രണ രംഗത്ത് നിർവഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും കൈയൊഴിയുന്ന നിലയാണ് വന്നത്. ഒരു തിങ്ക് ടാങ്കിൻ്റെ നിലയിലേക്ക്
മാറ്റപ്പെട്ട നീതി ആയോഗ് ആസൂത്രണ കമ്മീഷന്റെ ദൗത്യമല്ല നിർവഹിച്ചത്. പല്ലും നഖവും പൊഴിഞ്ഞ ഒരവസ്ഥ നീതി ആയോഗിനുണ്ടായി. ഇവിടെ ഇപ്പോൾ നമ്മുടെ ബജറ്റിൽ, കേരളത്തിലെ ബജറ്റിൽ UDF സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം ആസൂത്രണ ബോർഡിനെ നീതി ആയോഗ് മാതൃകയിൽ ഒരു തിങ്ക് ടാങ്ക് ആക്കി പരിവർത്തനം ചെയ്യും എന്നതാണ്. ഇത് എന്തടിസ്ഥാനത്തിലാണ്? ഇവിടെ നെഹ്റുവിയൻ നയം പിന്തുടരുന്നു എന്നാണല്ലോ കോൺഗ്രസ് അവകാശപ്പെടാറുള്ളത്. അവർക്കെങ്ങനെയാണ് മോദിയുടെയും BJPയുടെയും നയം നെഹ്റുവിയൻ നയത്തെക്കാളും നല്ലതാണ് എന്നത് അംഗീകരിക്കാനാവുന്നത്? അതാണല്ലോ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി നടപ്പാക്കാൻ പോകുന്നത്. ആസൂത്രണ ബോർഡ് ഫലപ്രദമായി പ്രവർത്തിക്കുന്നൊരു സംവിധാനമാണ്. നമ്മുടെ കേരളത്തിൻ്റെ പൊതുവികസന രംഗത്ത് വളരെ പ്രധാനപ്പെട്ട പങ്കാണ് നിർവഹിച്ചിട്ടുള്ളത്. ഏത് സംവിധാനത്തിനും ചില കാഴ്ചപ്പാടിൽ കുറവുകൾ കാണും. ആ കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകൾ പരിഹരിച്ച് ശക്തിപ്പെടുത്തുന്നതിന് ആർക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകില്ല. പക്ഷെ എന്താണ് കുറവെന്ന് പറയണ്ടേ? അങ്ങനെയൊന്നും ചൂണ്ടിക്കാണിക്കാതെ ആസൂത്രണ ബോർഡിനെ തന്നെ BJP നയത്തിനനുസൃതമായി ഇല്ലാതാക്കുന്ന സമീപനമാണ് ഇപ്പോൾ UDF ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിലും തുടരുന്നത്. കൃത്യമായ നയവ്യതിയാനം, നെഹ്റുവിയൻ കാഴ്ചപ്പാട് നവലിബറൽ നയത്തിന് കീഴ്പ്പെടുന്ന അവസ്ഥ, നെഹ്റുവിയൻ കാഴ്ചപ്പാട് പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു. ഇവിടെ മറ്റൊരു പ്രശ്നം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചിരുന്ന കിഫ്ബിയെ തകർക്കാനുള്ള വഴി ധവളപത്രവും അതിനെ പിൻപറ്റിക്കൊണ്ട് ബജറ്റും പ്രവർത്തിക്കുകയാണ്, മുന്നോട്ട് വച്ചിരിക്കുകയാണ്. നമുക്കറിയാം കേരളം സാമൂഹ്യ രംഗത്ത് നേടിയ നേട്ടങ്ങൾ. ആ നേട്ടങ്ങൾ പല വികസിത രാഷ്ട്രങ്ങളെ പോലും ആശ്ചര്യപ്പെടുത്തിയതാണ്. കാരണം അവരുടെയൊന്നും സാമ്പത്തിക ശേഷി നമുക്കില്ല.